അഭിലാഷ് ബ്രോ, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിൽ എയർ കുറച്ച് കുറവായിട്ടാണ് ഞാൻ ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ടോ. കംഫർട്ടബിൾ അല്ലേ? അല്ല, ഇതിലെന്തോ കുഴിമന്തിരമാണോ? അത് വരുന്നതായിരിക്കും 2 ഡെലിവറി ഉണ്ടായിരുന്നു കൊടുക്കാൻ. നമ്മളെ കുഴിമന്തി ആയി പോയില്ലേ. ഫ്രണ്ടിന് എന്താ പറ്റിയെന്ന് പറഞ്ഞ? അത് ബാത്റൂമിലൊന്ന് വഴുക്കി വീണു. ടൈലിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ബാത്റൂം ടൈലിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഒരാളാപ്പാ പുള്ളി ബാത്റൂമിൽ വഴിക്കിട്ട് വാരിലൊടിഞ്ഞ് 4 മാസമല്ലേ കിടപ്പായി പോയത്. എന്നിട്ട് ഞാൻ എന്തെയ്യുന്നറിയോ, നേരെ പീഡിയയിലും വീട്ടിലും ടൈലും കടിച്ച് പൊടിച്ച് അങ്ങ് രാജസ്ഥാനിൽ നിന്ന് നല്ല ഗ്രിപ്പുള്ള ടൈലിങ് ഇറക്കി മൊത്തം ഇട്ട് ഒന്നും നോക്കിയില്ല. കാശ് കുറച്ച് ചെലവായെങ്കിലും നമുക്ക് ആരോഗ്യമല്ലേ മുഖ്യം, ഇല്ലേ ചേട്ടനെ? അതെ. അന്ന് തൊട്ട് ഞാൻ വീട് പണിയുന്നവരുടെ അടുത്ത് എന്താ പറയില്ലെന്നറിയോ, ടൈൽ ഇറക്കണമെങ്കിൽ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് തന്നെ ഇറക്കണം. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതിട്ടാ, നമ്മളെ സ്വന്തം സ്ഥല. പിന്നെ അഭിലാഷ് ബ്രോ, ഈ ഡീസൽ ഫിൽറ്റർ ഡെയിലി ക്ലീൻ ചെയ്യല്ലേട്ടാ. പോട്ടെ. ഇനി ഓട്ടോ പിടിച്ചു പോണല്ലേ? ഭയങ്കര കത്തിയാട്ടോ. ചെറുതായിട്ട്. ആളുടെ കത്ത് കേട്ട് ആ വണ്ടി വഴിയിലെങ്ങാനും നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ മമ്പുറം പള്ളിയിൽ എണ്ണ കൊടുക്കാന്ന് നേർച്ച വരെ നേർന്നു. എത്ര ഉപ്പി? 5. ഞാനേ 3. പക്ഷെ ആള് പാവാട്ടോ. ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്ക്. എനിക്ക് ആഗ്രഹം ഇല്ലായിട്ടല്ല, ഇപ്പൊ തന്നെ 100 രൂപയ്ക്ക് 4 കേസ് പെൻഡിങ്ങിലാ. ആ ശരി, ഞാൻ വിളിക്കുന്നാല്. ഇങ്ങോട്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതാണോ, അതെടുത്ത് കളിക്കുക. അല്ല ചേച്ചേ, കുറച്ച് നാളൊക്കെ ഓക്കെ, കുറച്ച് അധികം നാൾ നടത്തിക്കാനുള്ള കാരണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെന്താന്ന്, നിങ്ങൾ ഈ തണ്ടപ്പേരെന്ന് കേട്ടണോ? ഇല്ല. എന്നാ അങ്ങനെ ഒന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒരു വസ്തു നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് പോയിട്ട് പട്ടയ രജിസ്റ്ററിൽ പേര് ചേർക്കണം. പോക്ക് വരവെന്നൊക്കെ നമ്മൾ പറയും. അവിടെ ടാക്സും കൂടി അടയ്ക്കുമ്പോഴേ നമുക്ക് പൂർണ്ണ അവകാശം കിട്ടും. ആ പട്ടയ രജിസ്റ്ററിൽ കാണുന്ന പേരിനെയാണ് നമ്മൾ തണ്ടപ്പേരെന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു നടത്തിക്കണമെങ്കിൽ നിയമക്കുരുക്കിന്റെ ഊരാക്കുടുക്കിട്ട് പാവം നടത്തിക്കുമ്പോഴേ നമുക്ക് നടത്തിക്കാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും. എന്താലേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല്, ഓക്ക് താജുവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോന്നാണ്. ഉണ്ടടാ, ഉണ്ട്. ഇന്ന് എനിക്കത് ഏതാണ്ട് ഉറപ്പായി. അപ്പം പ്രശ്നമാണ്. പ്രശ്നമാണോ? അല്ല, പ്രശ്നമാവാം. അജേഷ്, എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഓനൊന്ന് സൂക്ഷിച്ചോ, വല്ലാണ്ട് അങ്ങോട്ട് അടുപ്പിക്കണ്ട. അതല്ലേ ആ അഭിലാഷ് ബ്രോ, സർപ്രൈസ് ആയില്ലേ? ആവും, എനിക്കറിയാ. ഇനി ഞാൻ വന്ന ആരെ അറിഞ്ഞ അഭിലാഷ് ബ്രോ അതിലും സർപ്രൈസ് ആവും. വാ, കേറി വാ. വാ. പുറത്ത് ഭയങ്കര ചെയ്യാൻ പറ്റ ശല്യം, അതുകൊണ്ട് ഇറയത്ത് മാത്രം ലൈറ്റ് ഇട്ട് ഞങ്ങൾ അകത്തിരിക്കായിരുന്നു. വാതിൽ തുറക്കുമ്പോ അകത്ത് ലൈറ്റ് ഇല്ലെങ്കിലേ ഈ ചിലപ്പോ ബോധം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞേന്. അതും പറഞ്ഞു. അഭിലാഷ് ബ്രോ, നോക്കിക്കണ്ടിരിക്കി, സ്വന്തം വീടല്ലേ. അപ്പൊ പിന്നെ ഞാൻ വന്ന കാര്യം പറയാം, അല്ലെങ്കിൽ വേണ്ട, അമ്മ പറ. മോൻ പറ. അമ്മ പറ. മോൻ പറഞ്ഞാ മതി. ആ ശരിയാവൂല, അമ്മ എന്നെ പറ. അയ്യോ വേണ്ട, മോൻ എന്നെ പറ. എന്നാ ശരി, ഞാൻ തന്നെ പറയാം. ഞാനിന്ന് ഉച്ചക്ക് ബഷീർ ഖാന്റെ വീട് വഴി നിന്ന് പോയപ്പോ ഷെറിന്റെ ഉമ്മാന്റെ ഇറച്ചിച്ചോറ് കഴിക്കാൻ ഒരു പൂതി. ഒന്നും നോക്കില്ല, വിളിച്ചു പറഞ്ഞ് നേരെ ചെന്ന്. ഇറച്ചിച്ചോറ് ആസ് യൂഷ്വൽ പൊളി. പക്ഷെ അതിൻ്റെ കൂടെ വിളമ്പിയ ഒരു അരിമുളക് അച്ചാറ്, ഊഫ്, അയവ, ആയിലും പൊളി. ആദ്യം ഞാൻ വിചാരിച്ച് ഷെറിന്റെ ഉമ്മ ഉണ്ടാക്കിയാന്ന്. അപ്പ എല്ലാം അറിയണേ അഭിലാഷ് ബ്രോന്റെ അമ്മ ഉണ്ടാക്കിയതാന്ന്. അപ്പൊ തന്നെ സാധനം കത്തി. ഞാൻ നേരെ ഷെറിനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോഴല്ലേ നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നും അമ്മ ഭയങ്കര കുക്കാണെന്ന് അറിയണ്.
പിന്നെ ഒന്നും നോക്കില്ല, അമ്മയോട് കാര്യം അവതരിപ്പിച്ച്. അമ്മ സെറ്റ്. എന്തോ അൽതാജ് കുഴിമന്തി കോട്ടക്കൽ ബ്രാഞ്ചിൽ ഇനി മുതൽ കുഴിമന്തിയുടെ കൂടെ വിളമ്പുന്നത് രാധാസ് അരിമുളക് അച്ചാർ. അരേ വാ. എങ്ങനെയുണ്ട്? പൊളിക്കും. ശരിക്കുണ്ടല്ലോ, അമ്മയുടെ സ്കില്ല് വെച്ചിട്ട് അഭിലാഷ് ബ്രോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങണം. ഒറ്റ വർഷം മതി, നമുക്ക് വൃന്ദാവൻ അടിക്കാം. ആദ്യത്തൊക്കെ ഒന്ന് ട്രാക്കിലാവട്ടെ, നമുക്ക് സെറ്റാക്കാം. അപ്പൊ അമ്മ മെല്ലെ പരിപാടി തുടങ്ങിക്കോ, ഞാൻ എന്നാ പോയിട്ട് വരാം. ഹാപ്പി ആയില്ലേ? താജു എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. Why not? ഇറങ്ങാം. അഭിലാഷ് ബ്രോ, അമ്മേ ടാറ്റാ. പിടിച്ചിരുന്നോ. ഇവിടെ നീ ഇന്ന് കിൻഡർ ജോയ് കൊടുന്നില്ലേ? കിൻഡർ ജോയ് കഷായം കൊടുക്കേണ്ട കാലത്താണ് കിൻഡർ ജോയ്. അതിന് നീ എന്തിനാ എൻ്റെ അടുത്ത് ചൂടാവണേ? ഒരുമാതിരി അങ്ങാടി തോറ്റേനെ അമ്മോടെന്ന് പറഞ്ഞ മാതിരി. ആര് തോറ്റു? ഞാൻ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല. അഭിലാഷിനെ അങ്ങനെ ആർക്കും തോപ്പിക്കാനും പറ്റില്ല. ഇവനെന്താപ്പത്? दुआ बेटी, मैं अजनबी नहीं है. ये स्पेशल मिठाई ओनली केरलम मिलता है. ले लो, ले लो, ले लो. ആ നേരത്തെ എത്തിയാ? ഞാനൊന്ന് പുറയിലോട്ട് പോയതാ. ഞാൻ കൊടുന്നേക്കിട്ടാ. ആ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ മുട്ടായൊന്നും ആർക്കും വേണ്ടടോ. ഇതിപ്പോ അനക്കായിട്ട് കൊണ്ടെന്ന് വെച്ചതാ. അനക്കിപ്പോ ആർക്കാണ്? ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തൊരു കുട്ടിക്കാ. ആ അഭിലാഷേ, എന്താ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്? ഒന്നും പറയണ്ടടാ, നമ്മുടെ താജ് കൊണന്നതാ. ഓൻ്റെ ഒരു ചങ്ങായി പുതിയൊരു ഷോപ്പ് തുടങ്ങിയിരിക്കണ്. മറ്റേ ഈത്തപ്പഴവും ചോക്ലേറ്റും ഒക്കെ കിട്ടൂലേ, അതിൻ്റെ ഷോപ്പ്. അവിടെ നിന്ന് കൊടുത്തു വിട്ടതാ. ഒരു ലോഡുണ്ടടാ, ഒക്കെ ഫോറിനാ. അതെന്താടാ? ആ ഇത് കുറച്ച് കുടംപുളിയാ. ആ ഈ ഇരിക്കെ, ഓള് താജുനോട് വർത്താനം പറയാം. എന്റെ താജു, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ? ഈ ഇവിടെ ഇരിക്കേ. താജ് ബ്രോ, അഭിലാഷ് ബ്രോ, എല്ലാം ഓക്കെ അല്ലേ ബ്രോ? പിന്നെ ഈ മന്തി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? തിരക്കേടില്ല. ആ കൊച്ചിയിലെന്തോ പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യം ഷെറിൻ പറഞ്ഞിരുന്നു. ഞാൻ വിട്ടു ബ്രോ, നമുക്കത് സെറ്റാവൂല. താജ് ബ്രോ, താജ് വന്നോ? നിങ്ങൾ ഇനി വരുമ്പോ എനിക്ക് സ്നിക്കേഴ്സ് ഉണ്ട് തന്നെ. സ്നിക്കേഴ്സ് പിന്നെ മറക്കണ്ട. താജ് ബ്രോ. അഭിലാഷേ, ഷെറിൻ വിളിക്കണ്ട്. ഷെറിൻ വിളിക്കണം.